നമസ്കാരം. ശബരിമലയിൽ പിണറായിക്ക് കിട്ടിയത് 8ന്റെ പണി. ഇലക്ഷൻ കഴിയും വരെ ശബരിമലയിൽ സ്ത്രീകൾ കയറട്ടെ എന്ന് പറയാനെങ്കിലുമുള്ള ധൈര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇനി അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയെക്കുറിച്ച് എന്തായിരിക്കും ഇവിടുത്തെ ജനങ്ങളുടെ നിലപാട് എന്ന് കൂടി അറിയണ്ടേ? ഇത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പിണറായി സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ് എന്നുള്ളതാണ്. കോടതിയിൽ മൗനം വിദ്വാനുഭൂഷണം എന്ന ലൈനിൽ തടിതപ്പാൻ നോക്കിയ സർക്കാരിനെ സ്വന്തം അഭിഭാഷകൻ തന്നെ വെട്ടിലാക്കി എന്നുള്ളതാണ്. നോഡൽ ഓഫീസറെ നിയമിക്കുന്നതിനിടെ സർക്കാർ അഭിഭാഷകൻ നടത്തിയ വെളിപ്പെടുത്തൽ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ളതാണ്. അതേസമയം 6 വർഷമായിട്ട് പറയാൻ ബാക്കി വെച്ചത് അക്കമിട്ട് നിരത്തി കേന്ദ്ര സർക്കാർ ശബരിമലയിലെ വിശ്വാസികൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്നു എന്നതിനൊപ്പം കേന്ദ്ര സർക്കാർ പുനഃപരിശോധനയെ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തനമാണ് ബാലഗോപാൽ ബി നായരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നതായി ഇത്തരത്തിലാണ്. അതായത്, നോഡൽ ഓഫീസറിൽ പതറി കേരളം, പറയാൻ ബാക്കി വെച്ചത് പറഞ്ഞ കേന്ദ്രം, രാജീവരുടെ ആവശ്യം തള്ളി ചീഫ് ജസ്റ്റിസ്, ശബരിമല യുവതീ പ്രവേശനവും അതുമായിട്ട് ബന്ധപ്പെട്ട ഹർജികളിലൊക്കെ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇവ എന്നാണ് പറയപ്പെടുന്നത്. ശബരിമല യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ഞങ്ങൾ ഇതുവരെ എതിർത്തിരുന്നുവെന്നും സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയുടെ ഈ നിലപാട് പറയുമ്പോൾ പലരും ആശ്ചര്യപ്പെട്ടു പോകുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രം എന്തിനാണ് ജയ്ദീപ് ഗുപ്ത പറയുന്നു എന്ന ചോദ്യം പോലും പലരും ഉന്നയിച്ചു. എന്നാൽ സർക്കാരിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന സൂചനയായിരുന്നു ജയ്ദീപ് ഗുപ്ത മുന്നോട്ട് വെച്ചത്. നോഡൽ ഓഫീസർ നിയമനവുമായി ബന്ധപ്പെട്ട വാദത്തിൽ ആ വാദത്തിനിടയിലാണ് ജയ്ദീപ് ഗുപ്ത സർക്കാർ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം സുപ്രീം കോടതിയിൽ പറഞ്ഞത്. രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ മൗനം പാലിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിരുന്നു ജയ്ദീപ് ഗുപ്തയുടെ അഭിപ്രായം എന്ന് പറയപ്പെടുന്നത്. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായിട്ടുള്ള പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കും. ആ വിധി പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇതാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ച നിലപാട്. 2020 ഫെബ്രുവരിയിൽ ഇതേ നിലപാട് അറിയിക്കുവാൻ തുഷാർ മേത്ത ചീഫ് ജസ്റ്റിസ് കോടതിയിലെത്തിയിരുന്നു. അന്ന് കയ്യിലുണ്ടായിരുന്ന വാദം കോടതിയിൽ വായിക്കുവാനും തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് അക്കാര്യം കോടതിയിൽ പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 6 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഫെബ്രുവരിയിൽ തുഷാർ മേത്ത മുമ്പ് പറയാൻ ബാക്കി വെച്ചത് കോടതിയെ അറിയിച്ചു എന്നുള്ളതാണ്. വാദം എഴുതി നൽകാനുള്ള സമയം നീട്ടി നൽകണം എന്നുള്ള കണ്ഠരര് രാജീവർക്ക് വേണ്ടിയിട്ട് ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ഗിരി ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സുപ്രീം കോടതി അത് പക്ഷെ തള്ളുകയായിരുന്നു. എന്നാൽ മാർച്ച് 14-നകം വാദം എഴുതി നൽകണമെന്ന നിർദ്ദേശത്തിൽ ഒരു മാറ്റവും വരുത്താൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളതാണ്. കണ്ഠരര് രാജീവരുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരിന് അതല്പം ആശ്വാസമാകുമായിരുന്നു. കേസിൽ ഏപ്രിൽ 7-ന് വാദം ആരംഭിച്ച് ഏപ്രിൽ 22-ഓടെ പൂർത്തിയാക്കാനാണ് സുപ്രീം കോടതി ലക്ഷ്യമിടുന്നത്. അതായത്, ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ മൗനം പാലിക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തരമായിട്ടുള്ള തീരുമാനം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ നോഡൽ ഓഫീസർ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട വാദത്തിനിടെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ജയ്ദീപ് ഗുപ്ത അദ്ദേഹം നടത്തിയ പരാമർശം സർക്കാരിനെ സത്യത്തിൽ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ്. നടപടികൾ സുഗമമാക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് 2 നോഡൽ ഓഫീസർമാരെ നിയമിക്കുവാൻ നിർദ്ദേശിച്ചപ്പോഴാണ് നാടകം ആരംഭിക്കുന്നത്. സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലേഷൻ നിഷേ രാജൻ ശങ്കറിന്റെ പേര് നോഡൽ ഓഫീസറായിട്ട് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ജയ്ദീപ് ഗുപ്ത അതിനെ എതിർത്തു. യുവതീ പ്രവേശന വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജികളെ കേരളം ഇതുവരെ എതിർത്തിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ നിലപാട് മാറാൻ സാധ്യതയുള്ളതിനാൽ നിഷേ രാജൻ ശങ്കറെ നോഡൽ ഓഫീസർ ആക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. സർക്കാരിന്റെ മുൻകാല നിലപാട് കോടതിയിൽ അനാവശ്യമായി ഓർമ്മിപ്പിച്ചത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോഴത്തെ ഭരണകൂടം. അത് മാത്രമല്ല, 6 വർഷത്തെ മൗനം വെടിഞ്ഞുകൊണ്ട് കേന്ദ്രം സടകുടഞ്ഞെണീറ്റത് എന്തിനായിരിക്കും? തുഷാർ മേത്തയുടെ നിലപാട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? 2020 ഫെബ്രുവരിയിൽ പറയാൻ കരുതി വെച്ച കാര്യങ്ങൾ കൃത്യം 6 വർഷങ്ങൾക്കപ്പുറം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? 2020-ൽ വാദം തുടങ്ങാനിരിക്കെ ബെഞ്ചിലെ അംഗമായിരുന്ന ജസ്റ്റിസ് ഭാനുമതിക്ക് പനി ബാധിച്ചതും തുടർന്നുണ്ടായ കോവിഡ് നിയന്ത്രണങ്ങളും കാരണം കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇന്ന് കേസ് മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ തുഷാർ മേത്ത കേന്ദ്ര നിലപാട് വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ് എന്നും പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുവെന്ന ഉറച്ച നിലപാടാണ് കോടതിയിൽ കേന്ദ്രം സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്കും ആചാര സംരക്ഷണ സമിതിക്കും വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ഗിരി വാദം എഴുതി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അത് അനുവദിച്ചില്ല എന്നുള്ളതാണ്. മാർച്ച് 14-നകം തന്നെ വാദങ്ങൾ എഴുതി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും ശബരിമലയിൽ
പിണറായിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇലക്ഷൻ കഴിയും വരെ ശബരിമലയിൽ സ്ത്രീകൾ കയറട്ടെ എന്നുകൂടി പറഞ്ഞാൽ പൊളിഞ്ഞു പോകും സകലതും എന്നുള്ളത് ഈ പാർട്ടിക്കും ഈ സർക്കാരിനും അറിയാം. ഇങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾക്കാകില്ല എന്നും ഞങ്ങൾ പറഞ്ഞതിനെയൊക്കെ ഞങ്ങൾ വിഴുങ്ങുകയാണ് എന്നും സകലതും തിരുത്തുവാനും കാല് പിടിക്കുവാനും വിശ്വാസികളെ കൂടെ കൂട്ടുവാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനെയും ഒപ്പം തന്നെ CPM-നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്.